ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികൾ, പരമകാരുണികനും കരുണാനിധിയുമായ സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയുള്ള നല്ല മുത്തഖീങ്ങളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് റജബ് മാസം 27. റജബ് മാസവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. റജബ് മാസം പവിത്രമാക്കപ്പെട്ട മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. വിശുദ്ധ ഖുർആൻ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ മാസങ്ങൾ 1 ദുൽഖഅദാണ്, ദുൽഹജ്ജാണ്, മുഹറമാണ്, പിന്നെ 1 റജബ് മാസമാണ്. എന്നാൽ ആ റജബ് മാസത്തിന്റെ പവിത്രത എന്താണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ആ മാസത്തിൽ യുദ്ധം പാടില്ല, കലഹം പാടില്ല, ശണ്ട പാടില്ല, സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ പ്രധാനമായും ഉദ്ദേശിച്ചത്. എന്നാൽ ഈ മാസത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ചില ആരാധനകളുണ്ട്. അതൊന്നും തന്നെ ഇസ്ലാമികമായി പ്രമാണബദ്ധമല്ല. റജബ് 27 നോമ്പും റായിബ് നമസ്കാരവും പ്രത്യേകമായ ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും പ്രത്യേകമായ ചില നേർച്ചകളും വഴിപാടുകളും ഇതൊന്നും
സ്വഹീഹായ ഹദീസിലൂടെ വന്നതോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ നിർവഹിച്ചതോ അല്ല. അങ്ങനെ ഒരു നോമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനവർ പറയുന്നത് മൻ സാമ യൗമ സാബിയ വൽ ഇശ്രീന മിൻ റജബ് കുതുബ ലഹു സവാബു സിയാമു സിത്തീന ശഹ്റൻ എന്ന ഹദീസാണ്. റജബ് 27 ആരെങ്കിലും നോമ്പെടുത്താൽ 6 മാസം നോമ്പെടുത്തതുപോലെയാണ്, അതിന്റെ പ്രതിഫലം ഉണ്ടാവും. ഈ ഹദീസ് മൗദൂആണ്, ഇത് സഹീഹല്ല, കെട്ടിയുണ്ടാക്കപ്പെട്ടതാണെന്ന് അർത്ഥം. അതുപോലെ അന്നത്തെ പ്രത്യേകമായ നമസ്കാരങ്ങളും കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളുടെയോ പ്രവർത്തനങ്ങളുടെയോ ഭാഗമായിട്ട് നമ്മുടെ സമൂഹം അനുവർത്തിച്ചു വരുന്നതാണ്. വിശുദ്ധ ഖുർആനിലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ അതിന് തെളിവുണ്ട്. അതുപോലെ തന്നെ റജബ് 27-നാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്ന അഭിപ്രായമുണ്ട്. അങ്ങനൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. റജബ് 27-നാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് പണ്ഡിതന്മാർ. റജബിലെ ആദ്യമാണെന്ന് പറഞ്ഞവരുണ്ട്. അത് റമദാൻ 17-നാണ് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖണ്ഡിതമായ റജബ് 27 തന്നെയാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഇസ്രാ മിഅ്റാജ് നടന്നു എന്നത് വസ്തുനിഷ്ഠമാണ്. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും തെളിഞ്ഞതാണ്, കൃത്യമായി തെളിഞ്ഞതാണ്. ഇപ്പൊ നടന്ന ദിവസമോ സമയമോ അല്ല നമ്മുടെ വിഷയം, ആ സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാത്രിയിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മസ്ജിദുൽ ഹറാമിനാൽ ചുറ്റപ്പെട്ട കഅബാലയത്തിന്റെ അടുത്തുള്ള ഹിജ്ർ ഇസ്മായിൽ അതിന്റെ അടുത്ത് വെച്ച് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു വാഹനത്തിൽ കയറി ജെറൂസലമിലെ മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ എത്തി. ഈ യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയിൽ തന്റെ ദാസനെ അഥവാ അല്ലാഹുവിന്റെ റസൂലിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിശാപ്രയാണം നടത്തിയ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാൻ എന്നാണ് അവർ പ്രയോഗിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാ എന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരു വിഷയമാണ് ഇസ്രാ നടന്നു എന്നത്. അതുപോലെ തന്നെ മിഅ്റാജ് എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നീട് ഇലാ സിദ്റത്തുൽ മുൻതഹ, അറ്റത്തെ ഇളഞ്ഞിമരം എന്നാണ് അതിന് പറയുന്നത്, അവിടം വരെ നടത്തിയ രാപ്രയാണത്തെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഹദീസിലാണ് അതിന്റെ വിശദീകരണമുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നജ്മിന്റെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങൾ പരാമർശിക്കുന്നതും ഈ മിഅ്റാജിനെയാണ്. വലഖദ് റആഹു നസ്ലത്തൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൃത്യമായി കണ്ടിരുന്നു. അത് കണ്ട ഒരു സന്ദർഭത്തെ സംബന്ധിച്ചും കൂടി പറയുന്നു. അത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ്. ഇൻദഹ ജന്നത്തുൽ മഅ്വ, അതിന്റെ അടുത്താണ് താമസിക്കുവാനുള്ള സ്വർഗമുള്ളത്. ഇത് യോഗ്യസിദ്ധമായ യോഗ്യ, അതിനെ ആവരണം ചെയ്യപ്പെടേണ്ടതൊക്കെ ആവരണം ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതമുള്ള ഒരു സംഗതിയാണത്. നബിയെ കാഴ്ച തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ. തീർച്ചയായും തന്റെ രക്ഷിതാവ് അതിമഹത്തായ ചില ദൃഷ്ടാന്തങ്ങൾ അന്ന് റസൂലിന് കാണിക്കുകയും ചെയ്തിരിക്കുന്നു.
ഇവിടെ രണ്ടിടത്തിലും അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്രാ മിഅ്റാജും നടന്നത് ഒരേ രാത്രിയിലാണ്. ഇസ്രാ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്ന യാത്രയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇലാ സിദ്റത്തുൽ മുൻതഹ അതുവരെ നടന്നതിന് മിഅ്റാജ് എന്ന് പറയും. ഇത് രണ്ടിടത്തിലും എന്തിനാ ഇസ്രാ എന്തിനാ മിഅ്റാജ് എന്ന് പറയുന്നത്? നേരത്തെ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ, റസൂലിന് അള്ളാഹുവിന്റെ പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കാൻ. മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടും ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ, തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ അത് അദ്ദേഹം കാണുകയുണ്ടായി. ഈ സംഭവം എന്തിനാണ് നടന്നത്? എന്തിനാ ഇസ്രാ മിഅ്റാജ് നടന്നത്? അതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്തിനാ കാണിച്ചു കൊടുത്തത്? അതിനൊരു പശ്ചാത്തലമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ തന്റെ സമൂഹത്തിൽ ജീവിച്ചത് അൽ അമീൻ, വിശ്വസ്തനായിക്കൊണ്ടാണ് ജീവിച്ചത്. ആർക്കും ഒരു അഭിപ്രായക്കേട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചില്ല. ഒരാളും മറുത്തൊരു വർത്തമാനം മുഹമ്മദിനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ വെറുത്തിട്ടില്ല. അദ്ദേഹത്തോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മക്കയിലെ ഖുറൈശികളുടെ ഇഷ്ടഭാചനമായി വളർന്ന് 40 വയസ്സ് വരെ ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിലാണ് റസൂലായി നബിയായി നിയോഗിക്കപ്പെട്ടത്. അവിടെ മുതലാണ് എതിർപ്പുകൾ തുടങ്ങുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട്. ഖദീജയുമായി ബന്ധപ്പെട്ട സംസാരത്തിന് ശേഷമാണ് പിന്നെ നടന്നത്. എന്റെ സമൂഹം എന്നെ തള്ളി പറയുമോ, എന്നെ വെറുക്കുമോ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ പ്രവാചകത്വം കിട്ടിയിട്ട് തിരിച്ചു വന്ന സന്ദർഭത്തിൽ. കാരണം അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ സർവസമ്മതനായിരുന്നു. നമ്മുടെ നാട്ടിൽ 40 വയസ്സ് വരെ സർവസമ്മതനായി ജീവിച്ച ഒരു മനുഷ്യനെ പറ്റി ആരെങ്കിലും മോശം പറയുമെന്ന് പറഞ്ഞാൽ അവരും അത്ഭുതപ്പെടും, നമ്മളും അത്ഭുതപ്പെടുമല്ലോ. എന്നാൽ സംഭവിച്ചത് അങ്ങനെയാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു, പരിഹാസം ഏൽക്കേണ്ടി വന്നു, കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, ഒരുപാട് വലിയ വലിയ പരീക്ഷണങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ ഏൽക്കുമ്പോഴൊക്കെ റസൂലിന്റെ മനോവ്യഥ ഇതെന്തിനാ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യമേ പറഞ്ഞിട്ടുള്ളൂ. നേരിന്റെ മാർഗം, സത്യത്തിന്റെ പാത, ആ ഒരു സൽപാന്താവ്, അതിലൂടെ നല്ല മനുഷ്യനായി ജീവിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനുവേണ്ടി എന്തിനാ ജനങ്ങൾ എന്നെ വെറുക്കുന്നത്? ജനങ്ങൾ എന്തിനാണ് എന്നെ പട്ടിണിക്കിടുന്നത്? ജനങ്ങൾ എന്തിനാണ് എന്നെ ഊരുവിലക്ക് കേൾപ്പിച്ചത്? എന്തിനാണ് എന്നിൽ വിശ്വസിച്ച ആളുകളെ അതിനിഷ്ഠൂരമായ രൂപത്തിൽ ആ പാവങ്ങളെ ഇവർ ഉപദ്രവിക്കുന്നത്, മർദ്ദിച്ചൊതുക്കുന്നത്, കൊല്ലുന്നത്? ഒക്കെ ഉണ്ടായി. പല രൂപത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചു. വല്ലാത്തൊരു പ്രയാസമായിരുന്നു അത്. സ്വന്തം നാട്ടുകാർ, സ്വന്തം കുടുംബക്കാർ, സ്വന്തം വംശക്കാർ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടായ പ്രയാസം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് വീണ്ടും പോയിട്ടുണ്ട്. മറ്റൊരു കുടുംബവും കബീല, അവിടുന്നും ഉപദ്രവം. ആ ഘട്ടത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചൊക്കെ താങ്ങും തണലുമായി നിന്നിരുന്ന 2 വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് നബിയെ ശാരീരികമായി അവർക്ക് ഇല്ലാതാക്കാൻ കഴിയാതെ വന്നത്. ഒന്ന് പിതൃവൻ അബൂ ത്വാലിബ്, 2 ചിറകിന്റെ ഉള്ളിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു സൂക്ഷിച്ചു അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനെ എതിർക്കാനോ അദ്ദേഹത്തോട് മറുത്തൊന്ന് പറയുവാനോ ഖുറൈശികൾ കഴിയുമായിരുന്നില്ല. കാരണം അദ്ദേഹം ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ വംശത്തിലെ സമാദരണീയനായിരുന്നു, കാരണവരായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു താങ്ങായി ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ വർത്തക പ്രമാണിയാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികളുമായി എല്ലാ ആളുകളും ഖദീജ റളിയല്ലാഹു അൻഹയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്.
എല്ലാവരും ഏതെങ്കിലും രൂപത്തിൽ സാമ്പത്തികമായി ബാധ്യതപ്പെട്ട് കിടക്കുന്നു, കടപ്പെട്ട് കിടക്കുന്നു. ഖുറൈശികളൊക്കെ ഖദീജയോട്. ആ ഖദീജയുടെ താങ്ങും ഒരു തണലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ രണ്ടുപേരുടെയും താങ്ങിനും തണലിലും ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ദുഃഖകരമായ ഒരു വർഷം. അബൂ താലിബ് അങ്ങ് മരിച്ചുപോയി. ദിവസങ്ങൾക്കകം ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചുപോയി. ഈ രണ്ട് മരണവും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. ആളുകളൊക്കെ വെറുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഉപദ്രവിക്കുക, ആക്രമിക്കുക. നിങ്ങളാണെങ്കിൽ നേരിന്റെ മാർഗത്തിലൂടെ ജീവിക്കുക. എത്രമാത്രം പ്രയാസകരമായി. അത് നിങ്ങൾക്കുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു താങ്ങായി ഉണ്ടായിരുന്ന ഒരാൾ പോലും അങ്ങ് പോവുക, മരിച്ചു പോവുക, പിന്നെ ഒറ്റപ്പെട്ടു പോവുക, നിസ്സഹായനായി പോവുക. അങ്ങനെയുള്ള ഭയാനകമായ ആ ഒരു പരീക്ഷണ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്ത് പകർന്ന ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വരെ എത്തിച്ച് അള്ളാഹുമായി നടത്തിയ സംഭാഷണം. ആ ഇസ്രാ മിഅ്റാജ് വലിയ കരുത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. കാരണം ഭൂമിയിലുള്ള എല്ലാ ആളുകളും തങ്ങളെ തിരസ്കരിച്ചാലും, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ വെറുത്താലും ഉപദ്രവിച്ചാലും തിരസ്കരിച്ചാലും, ഈ ആകാശം മുഴുവനും താങ്കൾക്ക് കരുത്തായി, ഊർജമായി, താങ്ങായി, തണലായി ഉണ്ട് എന്ന് നേരിട്ടങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അല്ലാഹു. ബൈത്തുൽ മുഖദ്ദസിൽ പോയപ്പോൾ ഒരുപാട് പ്രവാചകന്മാരുമായി സംഭാഷണം നടത്തി, സലാം പറഞ്ഞു എന്നാ, അവിടെ നിന്ന് നമസ്കരിച്ചു എന്നാ. ഉഭയലോകത്ത് ഓരോ ലെയറുകളിലേക്കും കയറുമ്പോൾ അവിടെയൊക്കെ ആദം നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നീ നബിമാരുമായി സംസാരിക്കുവാനും സലാം പറയുവാനും അവരുടെ സ്വാഗതം ഓതിക്കൊണ്ട് അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നു. അവസാനം അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തി മുനാജാത്ത് നടത്തുകയും ചെയ്തു. ആകാശം മുഴുക്കെ താങ്ങായി, കരുത്തായി, പിന്തുണയായി റസൂലെ താങ്കൾക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്ത് പകർന്ന ഒരു സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ്. ഭൂമിയിലുള്ളവരൊക്കെ തിരസ്കരിച്ചോട്ടെ. അതാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ട് നിരാശപ്പെടാതെ അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു വലിയ മഹത്തായ പ്രതീക്ഷ, ആ പ്രതീക്ഷ നൽകിയ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് നമ്മൾ കേവലം കുറെ യാത്ര നടത്തി, ബ്രാക്കിന്റെ മുകളിൽ കയറി, അവിടുന്ന് ജിബ്രീലിന്റെ കൂടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഥകൾ പറയുമ്പോൾ എന്താണ് ആ സംഭവം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ന് പറയാം, അത് മനസ്സിലാക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്ത് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആ മദീന എന്ന് പറയുന്ന രാജ്യം തന്നെ റസൂലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ്. പിന്നീട് അവിടെ സ്ഥാപിച്ച മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയാണ് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രബോധനത്തിന്റെ പ്രഭവ കേന്ദ്രമായി പ്രവർത്തിച്ചത്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ആധിപത്യമുള്ള ഒരുപാട് നാടുകളും സമൂഹങ്ങളും ഗോത്രങ്ങളും ഉണ്ടായി. അതിനുശേഷം ശക്തിയായി അള്ളാഹുവിന്റെ റസൂലിന് പ്രബോധനം നിർവഹിക്കുവാൻ കഴിഞ്ഞു എന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് ഈ ഇസ്രാ മിഅ്റാജിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അതൊരു വലിയ അത്ഭുതമാണ്. സുബ്ഹാൻ എന്ന് പറയുമ്പോൾ പറയാൻ പോകുന്ന വിഷയം ഒരു അത്ഭുതകരമായ കാര്യം, ആശ്ചര്യകരമായ ഒരു വിഷയം പറയുകയാണ് എന്നതിന്റെ തുടക്കമാണത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അങ്ങനെ ആ രാപ്രയാണം ചെയ്ത അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലാഹു നൽകിയ വലിയ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, എല്ലാ സമൂഹത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അത്ര മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ നബിയ്യിൻ മിനൽ അംബിയാഇ ഖബ്ലി ഇല്ലാ ഊതിയ മാ മിസ്ലി ആമന അലൈഹിൽ ബശർ.
ജനങ്ങൾക്ക് വിശ്വസിക്കത്തക്ക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാതെ ഒരു നബിയും നിയോഗിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ പ്രളയവും കപ്പലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു മുഅ്ജിസത്തായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം നമുക്കറിയാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായ രോഗങ്ങളൊക്കെ മാറുകയും തന്റെ കുടുംബങ്ങളൊക്കെ തിരിച്ചു കിട്ടുകയും തനിക്ക് പിന്നീട് സമ്പൽ സമൃദ്ധിയും സന്താന സന്തുഷ്ടിയും ഒക്കെ ഉണ്ടായതൊക്കെ നാം ഈ അടുത്ത ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് നൽകിയ മുഅ്ജിസത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് തന്റെ വടി നിലത്തിട്ടാൽ അവിടെ അത് പാമ്പാകുന്ന രൂപത്തിലുള്ള 9 അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമക്കുള്ള മുഅ്ജിസത്താണ് ഒന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ കയ്യിലുള്ള വഹയിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധ ഖുർആൻ അത് അമാനുഷിക ഗ്രന്ഥമാണ്. ഇന്നുവരെ ലോകത്ത് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഖുർആനിന് പകരമായ ഒരു ഗ്രന്ഥം സ്ഥാപിക്കുവാൻ, നിർമ്മിക്കുവാൻ, രചിക്കാൻ ഈ 1400 വർഷത്തിന്റെ ഇടയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ സൂക്തങ്ങളും അത് അത്യത്ഭുതകരമാണ്, അമാനുഷികമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. രണ്ടാമത്തേതാണ് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്ത് പകർന്നതാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അതൊരു വലിയ സന്ദേശം നൽകുന്നതാണ്. ആ യാത്രയിലാണ് മറ്റൊരു സംഭവം പ്രിയപ്പെട്ടവരെ നാം പഠിക്കേണ്ടത്. ആ യാത്രയിലാണ് നമ്മളിപ്പോൾ ഖുതുബ കഴിഞ്ഞ് നമസ്കരിക്കാൻ പോവുക. 2 റക്അത്ത് എല്ലാ ദിവസവും 5 നേരം നമ്മൾ നമസ്കരിക്കുന്നു. ആ നമസ്കാരം നമുക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നറിയോ? എന്തിനാ നമ്മൾ നമസ്കരിക്കുന്നത്? ആരാണ് നമ്മൾ നമസ്കരിക്കാൻ പറഞ്ഞത്? മൈപ്പൈ പഠിപ്പിച്ചതിന്റെ പേരിൽ മാത്രമാണോ? മദ്രസയിൽ നിന്ന് വിശ്വാസികളുടെ ഇസ്ലാം കാര്യം 5 അല്ലേ, അതിലൊന്ന് കലിമയാണ്, 2 നമസ്കാരമാണ് എന്ന് എണ്ണി പഠിച്ചതിന്റെ പേരിലാണോ? മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിലാണ്? അല്ലെങ്കിൽ നമ്മുടെ ഒരു ആചാരമാണ്. ഒരുപാട് മതങ്ങൾക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതുപോലെ ഒരു ആചാരം നമുക്കും. അങ്ങനെയാണോ? അങ്ങനെ ഒന്നുമല്ല നമ്മൾ നമസ്കാരത്തെ കാണേണ്ടത്. നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചു വരുത്തി നൽകിയ ഒരു സമ്മാനമാണ്. നമുക്ക് നൽകിയ ഒരു സമ്മാനം, അല്ലാഹുവിന്റെ ഒരു സമ്മാനമാണ്. ഇസ്ലാമിലെ ആരാധനകളൊക്കെ എങ്ങനെയാ വന്നത്? നോമ്പ് എങ്ങനെയാ നമുക്ക് നിർബന്ധമാക്കിയത്? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുത്ത് വന്ന് നേരിട്ട് അറിയിച്ചതാ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിച്ചതാ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടിയാണ് ഹിജറ 2-ാം വർഷം മുതൽ നോമ്പ് നിർബന്ധമാക്കിയത്. ഹജ്ജ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അറിയിച്ചതാ. സക്കാത്തും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അറിയിച്ചതാ. അങ്ങനെ ഇസ്ലാമിലെ എല്ലാ ആരാധനകളും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അറിയിച്ചതാ. നമസ്കാരം അങ്ങനെയല്ല. നമസ്കാരം നേരിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് അവിടെ വെച്ച് നൽകിയ ഒരു വലിയ മഹത്തായ നേരിട്ട് നൽകിയ ഒരു സമ്മാനമാണ്. ഈ ഉമ്മത്തിന് നൽകിയ സമ്മാനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും റസൂലിന്റെ ഉമ്മത്തിനെയും അല്ലാഹു ആദരിച്ചിരിക്കുന്നത് തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രാ മിഅ്റാജിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയോ? അല്ലാഹു നമുക്ക് നൽകിയ ഈ സമ്മാനം നിങ്ങൾ ചാടിക്കളയരുത്, നിങ്ങൾ തട്ടിക്കളയരുത്. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ ഏറ്റവും വലിയ സന്ദേശം. അവസാനമായി പോരുമ്പോൾ, എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ അള്ളാഹു തന്റെ ഉമ്മത്തിന് ഞാനിത് 50 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി. 50 നേരം നിസ്കരിച്ചോളി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ വീണ്ടും അള്ളാഹിന്റെ അടുത്ത് പോയി ചോദിക്കുക, അങ്ങനെയാണ് 5 ആയത്. നമുക്കതൊക്കെ അറിയാമോ? ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ, യാത്രയിലെ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമാണത്. ഇസ്ലാമിലെ മറ്റെല്ലാ ആരാധനകളെക്കാളും അതിന്റെ സവിശേഷത അതാണ്. മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്.
അയ്യുല്ലാമാലി അഫ്ളൽ, റസൂലിനോട് ചോദിച്ചു, റസൂലേ ഏതാ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം, അമല്, ഇബാദത്ത്? അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, അതിന്റെ സമയത്ത് നിർവഹിക്കണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മരണാസന്ന സമയത്ത് വഫാത്താകുന്ന സന്ദർഭത്തിലും ചുണ്ടിങ്ങനെ അനങ്ങുകയാ. ആയിഷ റളിയല്ലാഹു അൻഹ മുഖത്തൊന്ന് ചെവിടി വെച്ച് നോക്കി, എന്താ റസൂലിന്റെ ചുണ്ട് അനങ്ങുന്നത്? അപ്പോഴും റസൂല് പറഞ്ഞ എന്താണെന്നറിയോ? അസ്സലാ. എന്താ അള്ളാന്റെ സമ്മാനായത്? ഇതിൽ അലംഭാവം കാട്ടുമോ എന്റെ ഉമ്മത്ത്? ആ ഭയമായിരുന്നു റസൂലിനോ. മരണാനന്തര ജീവിതം ആദ്യമായി പരലോകത്ത് നമ്മൾ എത്തിയാൽ അള്ളാഹു ചോദിക്കുന്നതും അത് തന്നെയാ. ഇതിനെ പറ്റിയെന്നറിയോ? ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെ സംബന്ധിച്ച. പരലോകത്ത് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന, നമസ്കാരം നിർവഹിക്കുന്ന, അള്ളാഹുവിന്റെ സമ്മാനം സ്വീകരിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകുമോ എന്റെ ഉമ്മത്ത് എന്ന് തന്റെ അവസാനത്തെ ശ്വാസത്തിൽ പോലും വേവലാതിമുണ്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സമ്മാനമാണ് എന്ന് നമ്മൾക്ക് ഓർമ്മ വേണം. നരകത്തിലെത്തിയാൽ അവരോട് ചോദിക്കല്ലോ, മാ സലക്കക്കും ഫീ സഖർ, ഇതെന്താ? നിങ്ങൾ വലിയ തലയെക്കെട്ടൊക്കെയുള്ള ആളായിരുന്നല്ലോ, നിങ്ങളെ പേര് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ടെന്താ ഈ നരകത്തിൽ? മുസല്ലീൻ. ആദ്യമായി അവർ പറഞ്ഞെന്താ അറിയോ? ഞാൻ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല, നമസ്കാരത്തിലായാലും പാപം കാണിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെടും. ദുനിയാവിൽ നമുക്കൊരു മനസ്സമാധാനം, മലാബിലിക്കരില്ലായി തുത്മഇന്നുൽ ഖുലൂബ്. സ്വഹാബികൾക്ക് മനപ്രയാസം ഉണ്ടാകുമ്പോൾ പള്ളിയിൽ വന്നിട്ടുണ്ടൊക്കെ നിസ്കരിക്കുക. നമസ്കാരം ഒരു ചെറിയ കർമ്മമല്ല, ഒരു ചടങ്ങല്ല, അത് കേവലം ഒരു വഴിപാടല്ല, മറിച്ച് 5 നേരവും കൃത്യമായി ഇഖാമുസ്സലാ, 5 നേരവും കൃത്യമായി നമ്മൾ നിർവഹിക്കണം. എല്ലാവരും നിർവഹിക്കണം, മരണം വരെ നിർവഹിക്കണം. രോഗാതുരമായ അവസ്ഥയിൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത കർമ്മമാണ് നമസ്കാരം. ഒരു മനുഷ്യന്റെ ശരീരം അനങ്ങുന്നില്ല, സ്ട്രോക്ക് വന്നു, കയ്യും കാലും അനങ്ങുന്നില്ല, തളർന്നുപോയി, പക്ഷേ ചിന്തയും ബുദ്ധിയൊക്കെ നന്നായിട്ടുണ്ട്. ഓൻ അന്നേരം നിസ്കരിക്കണമെന്നാ നോന പോയിട്ട് ഒന്നും എടുത്തിട്ട് നിസ്കരിക്കണമെന്നൊന്നല്ല, അവന്റെ മനസ്സിലൂടെ നമസ്കാരത്തെ അവൻ കടത്തിക്കൊണ്ടുപോകണം. കണ്ണിമകൾ കൊണ്ട് അവൻ നമസ്കരിക്കണം. യാത്രക്കാരനും നമസ്കരിക്കണം. ഇളവുണ്ട്, ജമ്മാക്കാം, കസറാക്കാം. യുദ്ധവേളകളിൽ പോലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, പ്രായപൂർത്തിയെത്തിയ ഒരാൾ, അവർക്കൊരിക്കൽ പോലും ഒഴിവാക്കാൻ പറ്റില്ല ആ നമസ്കാരം. കാരണം അത് അള്ളാഹുവിന്റെ സമ്മാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് കൊടുത്തയച്ച സമ്മാനമാണ്. ആ നമസ്കാരം നിർവഹിക്കുന്നതിൽ അലംഭാവം കാട്ടരുത് എന്നതാണ് ഇസ്രാ മിഅ്റാജിന്റെ ഏറ്റവും വലിയ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശം ഉൾക്കൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മനുഷ്യരായി ജീവിക്കണം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തി അള്ളാഹു തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വന്നത് ഉമ്മുഹാനിയുടെ വീട്ടിലാണ്. ഉമ്മുഹാനി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രിയാണ്. അതായത് അബൂ താലിബിന്റെ പുത്രി, അലി റളിയല്ലാഹുവിന്റെ പെങ്ങൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞാൽ വരുന്നത്. ഇസ്രാ മിഅ്റാജ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. ഉമ്മുഹാനി കേട്ടപ്പോൾ ഇത് പറഞ്ഞു, ആരോടും പറയണ്ട, കാരണം ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല. ഉമ്മുഹാനി അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അള്ളാഹു എന്നെ വിളിച്ചു കൊണ്ടുപോയത് അത് ലോകത്ത് പറയേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കഅബയിലേക്ക് പോയി. കഅബയിൽ അബൂജഹലും കൂട്ടുകാർക്ക് ഇങ്ങനെ ഇരിക്കുക, കുറെ ആളുണ്ട്. അപ്പൊ അബൂജഹൽ ചോദിച്ചു, അല്ല എന്താ ഇന്നെന്തെങ്കിലും പുതിയ വർത്താനം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇവിടെ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെ കൊണ്ടുപോയി, അവിടെ നിന്നും ഉപരിലോകത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഈ സിദ്റത്തുൽ മുൻതഹ വരെ എന്നെ കൊണ്ടുപോയി.
പൊട്ടിച്ചിരിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു, പരിഹസിച്ചു. കണ്ടോ, ഭ്രാന്ത് മൂത്ത് വരികയാണ് എന്നൊക്കെ പറയാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായ രൂപത്തിലാണ് അവരെന്ന് പരിഹസിച്ചത്. ആ കൂട്ടത്തിൽ മുത്തൂബ് ബിൻ അദി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം മാന്യനാണ്, വിശ്വാസിയല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല ഘട്ടത്തിൽ സംരക്ഷിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ ശരിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതങ്ങ് ഉൾക്കൊള്ളാനാകില്ല കേട്ടോ. ഇത് നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. നിങ്ങൾ രാത്രി ഇങ്ങനെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസ് ഒരു മാസം ദൂരമാണ്. ഇവിടുത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കയിൽ നിന്ന് അന്നത്തെ യാത്രയിൽ ഒരു മാസം വേണം. അവിടുന്ന് പിന്നെ ഉപരിലോകത്തേക്കൊക്കെ പോയി എന്നൊക്കെയാണല്ലോ. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഒരു മാന്യമായ വർത്തമാനാ പറഞ്ഞു. അപ്പോഴാരെ പറഞ്ഞു, നമ്മുടെ ഒരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ വല്ലാതെ വിശ്വസിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറ്റ ചങ്ങാതി ഉണ്ടല്ലോ അബൂബക്കർ, അയാളോട് വെച്ച് പറയായിരുന്നു. പോയി അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി വാതിലിന് മുട്ടി. എന്താന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിന്റെ ഉച്ച ചങ്ങാതി ഉണ്ടല്ലോ, അദ്ദേഹം ഇന്നലെ ഇങ്ങനെയൊക്കെ പോയി എന്നാ പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്കും ഏഴാകാശങ്ങളിലേക്കൊക്കെ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. ഒരു രാത്രിയുടെ പകുതി കൊണ്ടാറ്റ് തിരിച്ചു വന്നു എന്നാണ്. എന്താ ഇനി വിശ്വസിക്കുന്നുണ്ടോ? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചപ്പോൾ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ, റസൂൽ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അത് സത്യ. ഇതും നീ വിശ്വസിക്കുകയാണോ? ഇതുവരെ ഉള്ളതൊക്കെ പോട്ടെ, ഇതും നീ വിശ്വസിക്കുകയാണോ? ഒരു രാത്രിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നു എന്നത് ആ തുസദ്ദിഖുഅലാ. അപ്പം വളരെ ലാഘവത്തോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി ഉണ്ട്. ഇന്നീ ലാ ഉസദ്ദിഖു ഫീമാ ഹുവ അബ്അദ മിൻ ദാലിക ഉസദ്ദിഖു അലാ ഖബ്രി സമാഇ യതി ഫിനാ. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നല്ല ചോദിക്കുന്നത്, ഇതിനേക്കാളും വലിയത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും വലുത് റസൂലിനെ സംബന്ധിച്ച് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഉപരിലോകത്തിൽ നിന്ന് ഓരോ നിമിഷവും അല്ലാഹുവിന്റെ വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിന്റെ മെസ്സേജ് വഹി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എന്ന് ആ റസൂൽ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ സാക്ഷി. ഇതങ്ങനെ ഇറങ്ങിയതാ, ഇത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ റസൂൽ അങ്ങ് ആകാശത്ത് പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായം? അപ്പോഴാ റസൂൽ പറഞ്ഞത്, ഇതാ പേര് സിദ്ദീഖ് എന്നാക്കി മാറ്റുക. അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയാ വന്നതെന്നാണ്. 4 പ്രതികരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ളത്. 4 പ്രതികരണങ്ങൾ. ഒന്ന് ഉമ്മു ഹാനിയുടെ പ്രതികരണം, തൽക്കാലം ആരോട് പറയണ്ട. രണ്ടാമത്തത് അബൂജഹലിന്റെയും കൂട്ടരുടെയും പ്രതികരണം, പൂക്കി വിളിച്ച് പരിഹസിച്ച് മക്കാറാക്കിയത്. മൂന്നാമത്തത് മുത്തൂബ് ബിൻ അദീന്റെ പ്രതികരണം. ഒക്കെ ഒരു മാന്യമായ പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം, വിശ്വസിച്ചില്ലെങ്കിൽ. നാലാമത്തത് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രതികരണം. നമ്മൾ ഇതിലേതാ സ്വീകരിക്കുന്നത്? അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിലാണ് നമ്മുടെ മുന്നിൽ. ഇത് അല്ലാഹുവിന്റെ വഹ്യാണ്. നമ്മൾ ഇന്ന് ദിനേന നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരം അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ദൃഢമായി അല്ലാഹുവിനെയും റസൂലിനെയും ഉൾക്കൊണ്ട് വിശ്വസിച്ച് ദൃഢവിശ്വാസികളായി നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ? അതാണ് ഇസ്ലാം മിഅ്റാജിന്റെ ചോദ്യമായി, സന്ദേശമായി നിങ്ങളോട് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൃഢവിശ്വാസികളാവുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത്. ആരാ വിശ്വാസികൾ? ആരാ മുത്തഖീങ്ങൾ? കുറെ അദൃശ്യ കാര്യങ്ങളുണ്ട്. മനുഷ്യന് തലയെ കൊള്ളാത്തൊന്നും വിശ്വസിക്കണമെന്നൊന്നുമല്ല ഈ പറയുന്നത്. ഉട്ടോപ്പിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളണം എന്നൊന്നുമല്ല. മറിച്ച് ഈ അള്ളാഹുവിനെയും റസൂലിനെയും വിശുദ്ധ ഖുർആനിനെയും പരലോകത്തെയും ഒക്കെ ഉൾക്കൊള്ളുമ്പോൾ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ മനുഷ്യന്റെ ബുദ്ധിക്ക് ഗോചരമാകുന്ന രൂപത്തിലുള്ള ആദർശവും ദർശനവും കാഴ്ചപ്പാടും തന്നെയാണുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് എന്തോ അത് നിങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു എന്ത് കൊണ്ടുവന്നോ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക.
അതൊരു നല്ല ജീവിത രീതിയാണ്, നല്ലൊരു ആദർശമാണ്, നല്ലൊരു തത്വജ്ഞാനമാണ്. അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്കൊക്കെയും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ മരിച്ചുപോയവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പക്ഷേ നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇന്നലെയും മെനിയാന്നുമായി നമ്മളുടെ അടുത്തു നിന്നും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോയ ഒരുപാട് ബന്ധുജനങ്ങൾ, സുഹൃജനങ്ങൾ, സഹോദരങ്ങൾ, അള്ളാഹുവിനെ അവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണമേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ദീനിന്റെ യഥാർത്ഥമായ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. വിജയത്തും ചെറുക്കും വരാതെ കാത്തുരക്ഷിക്കണമേ അള്ളാഹ്. ദൃഢവിശ്വാസികളായി ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ അള്ളാഹ്. പരലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. വീട്ടിലും കുടുംബത്തിലും മഹലിലും സംഘടനയിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകണമേ അള്ളാഹ്. ഈ നാടിലും നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അകറ്റപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ അള്ളാഹ്. ഈ നാടിനോട് ഇഴുകിച്ചേർന്നുകൊണ്ട് ഈ നാടിന്റെ മുഖ്യധാരയിൽ കൂടി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. എല്ലാം പുറത്തു തരണമേ അള്ളാഹ്, എല്ലാം മാഫാക്കി തരണമേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.